ഹലോ കൂട്ടുകാരെ, അമ്മൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി കലത്തപ്പമാണ്. നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം എളുപ്പത്തിൽ. നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് ഞാനിവിടെ കുറച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഒരു 1.5 ഗ്ലാസ് അരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതിനനുസരിച്ചിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കരയാണ് ഞാൻ വെച്ചത്. നിങ്ങൾക്ക് അരിൻ്റെ അളവ് കൂടുതലിനനുസരിച്ചിട്ട് ശർക്കര കുറയ്ക്കുക കൂട്ടുക, നിങ്ങളെ മധുരം പാകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ ശർക്കര ഉരുകി വരുമ്പോഴത്തിന് നമുക്ക് ഇവിടെ ഞാൻ കുതിർത്തി വെച്ച അരി നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് നമുക്കൊരു പിടി ചോറും ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം അത് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇതിൻ്റെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാം. കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. മാവ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ നേരത്തെ ഉരുക്കിയ ശർക്കരപ്പാനി നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഞാനിവിടെ ഉരുക്കി വെച്ച ശർക്കരപ്പാനി മാവിലേക്ക് ഒഴിച്ച് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. മാവ് കട്ട പിടിക്കാതെ ഇളക്കി കൈ എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നല്ലോണം. ഇതിലേക്ക് ലേശം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. അടുത്തത് നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ലേശം നെയ്യില്ലാത്ത ആൾക്കാരാണെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഇളക്കി മൂപ്പിച്ച് എടുക്കണം. അപ്പോൾ നമ്മളെല്ലാതും കൂടി കുക്കറിൽ ഇട്ടിട്ട് വെളിച്ചെണ്ണ നെയ്യ് ഒഴിച്ചിട്ട് നമ്മളൊക്കെ കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുകയാണ്. അതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് മാവ് ഒഴിക്കും. അതിൻ്റെ ശേഷം നമ്മളത് ആ മാവ് മൂപ്പിച്ച കുക്കറിലേക്ക്, ചൂടുള്ള കുക്കറിലേക്ക് അങ്ങനെ ഒഴിക്കണം. എന്നാലേ കലത്തപ്പം റെഡി ആയി കിട്ടുള്ളൂ. ഇങ്ങനെ ചൂടുള്ള വഴറ്റിയും കൊണ്ടിരിക്കുന്ന പാത്രത്തേക്ക് ഒഴിച്ചാൽ കലത്തപ്പം നല്ല പൊന്തി വരുള്ളൂ. 5 മിനിറ്റ് തീ കൂട്ടി വെച്ചിട്ടും 5 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ടും മൊത്തം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ കലത്തപ്പം റെഡിയാവും. അപ്പം നമ്മൾ കലത്തപ്പം അതവിടെ തുറന്ന് നോക്കി, കലത്തപ്പം നല്ല പൊന്തി വന്നിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ 4 മണി പലഹാരത്തിന് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഇഷ്ടപ്പെടും. ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയ ചാനലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക. ബൈ.